മലപ്പുറം ജില്ലയിലെ പാങ്ങിൽ എൽ പി സ്കൂളിലെ അധ്യാപകർ നിങ്ങൾ മനസ്സിലാക്കണം, അടുത്ത വർഷം അധ്യയന വർഷം വരുമ്പോ പഠിപ്പിക്കാൻ അവിടെ അധ്യാപകരില്ല. ഒന്നോ രണ്ടോ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ആളുകളും ആ വലിയതാകുന്ന കൊക്കയിലേക്ക് മരണപ്പെട്ട് വാൽപ്പാറ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയിരിക്കാം. അള്ളാഹുരുടെ കുടുംബത്തിനൊക്കെ ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ, ഹൈറായ പകരക്കാരെ അള്ളാഹു നസീബാക്കുമാറാവട്ടെ. ആലോചിച്ചു നോക്കി, നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചതാകുന്ന ആളുകൾ വരെയുണ്ടതിൽ. എത്രയോ മാസങ്ങളായി കഷ്ടപ്പെട്ട് ജീവിതം മുഴുവനും കഷ്ടയാതനകളിലൂടെ ഉണ്ടാക്കിയെടുത്ത മനോഹരമായ വീട്, ആ വീട് വിശുദ്ധമാക്കപ്പെട്ട റമദാനിനോട് അടുത്ത് ഉദ്ഘാടിച്ച് 2 മാസം തികഞ്ഞില്ല മജീദ് റുഖിയ ദമ്പതികൾ 90% കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയ ആ മനോഹരമായ ജീവിതം നയിച്ചിരുന്നതാകുന്ന ദമ്പതികൾക്ക്, അധ്യാപകർക്ക്, അവർക്ക് ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി വിട പറയേണ്ടി വന്നു. ആ വീട്ടിൽ താമസിച്ച് കൊതി തീർന്നില്ല സഹോദരങ്ങളെ, ഒന്നിച്ച് ജീവിച്ച് കൊതി തീർന്നില്ല. ഒന്നിച്ചാണ് അവർ നടക്കൽ, ഒന്നിച്ചാണ് അവർ പോകൽ, ഒന്നിച്ചൊരേ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നു. ആളുകൾ പറയുന്നു വീട്ടിൽ വന്നാലും ഒന്നിച്ച് ഉമ്മറത്തിരി നിൽക്കുന്ന കഥ പറയുന്നു ചിരിക്കുന്നു ഞങ്ങൾ പലപ്പോഴും കാണും. കണ്ണ് കാണാത്ത മജീദ് മാഷ് 90% കാഴ്ചക്കുറവുള്ളതാകുന്ന ആ സഹോദരൻ സ്കൂളിലേക്ക് എത്തിയാൽ കുട്ടികളാണ് കൈക്ക് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോകാറുള്ളത് അകത്തളത്തിലേക്ക്. കുട്ടികൾ അദ്ദേഹത്തെ ചുംബിക്കുമായിരുന്നു. ആ ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികളും അവിടുത്തതാകുന്ന പ്രധാന അധ്യാപകരടക്കമുള്ളതാകുന്ന പല ആളുകളും മുമ്പ് അവിടെ പഠിപ്പിച്ചു പോന്നിരുന്നവരും അധ്യാപകരും നിലവിലുള്ളവരും അടക്കം സാക്ഷ്യം വഹിക്കുന്നു. കുട്ടികൾ അദ്ദേഹത്തെ ചുംബിക്കുമായിരുന്നു, ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകനെ ചുംബിക്കുമായിരുന്നു. കണ്ണിന് കാഴ്ച പരിമിതി ഉള്ളതാകുന്ന മജീദ് സാറിനെ അത്രയേറെ സ്നേഹബന്ധത്തിൽ ഊഷ്മളമായി നിലകൊണ്ട ആ മനുഷ്യൻ, സഹോദരങ്ങളെ, അദ്ദേഹം തീർത്ത വീട്ടിൽ അദ്ദേഹത്തിന് 2 മാസം തുടർച്ചയായി താമസിക്കാൻ അല്ലാഹു അവസരം നൽകിയില്ല. അദ്ദേഹം മരണപ്പെട്ടു പോയി. ആലോചിച്ചു നോക്കി നിങ്ങൾ. റംല എന്ന ഒരു ടീച്ചർ അവർ നാട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ട് ഈ ടൂർ കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് ഒരു വീടിനെ കല്ലിടണം, അതിന് കുത്തിയടിക്കണം എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അവരുടെ ഖബറിലെ കല്ലിനാണ് കുത്തിയടിക്കപ്പെട്ടത് എന്ന വിഷയവും ചിന്തനീയമാണ്. ആലോചിച്ചു നോക്കണം, എപ്പോ വേണമെങ്കിലും മരണമുണ്ടാവാം. അതുകൊണ്ട് ഞാൻ ഒരുപാട് കാലം ജീവിക്കും, കുറെ കഴിയട്ടെ പൊരുത്തം ചോദിക്കാം. ഒരുപാട് കാലം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഉമ്മാടുത്ത് പോയി പൊരുത്തം ചോദിക്കാൻ എനിക്ക് മടിയാണ്. എങ്ങനെ ചോദിക്കുന്ന നാണക്കേടല്ലേ? അപ്പാടുത്ത് പോയിട്ട് ഞാൻ പൊരുത്തം ചോദിക്കുന്നത് എങ്ങനെ മടിയാണ്? ഒരു മടിയും വേണ്ട, പോയി ചോദിച്ചോളിൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.